ഈ എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ഒരു ഊശാന്താടിക്കാരനെ കാണിക്കും. അവനിപ്പോ വലിയൊരു കുഴിയിൽ നിന്ന് എന്തോ ഒരു ബോക്സ് വലിച്ച് മുകളിലേക്ക് എടുത്തോണ്ടിരിക്കുകയാണ്. അതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ കുട്ടപ്പനാണ് അതിനെല്ലാം തന്നെ ചുക്കാൻ പിടിക്കുന്നത്. അവൻ ആ വലിയ ബോക്സ് കണ്ട് വണ്ടറടിച്ച് അവന്റെ കയ്യിലുള്ള ഒരു ഫോട്ടോ ആയിട്ട് ഇപ്പൊ അത് കമ്പയർ ചെയ്യും. ഞാൻ വിചാരിച്ച പോലെ ഇതത്ര ചെറിയ സാധനമല്ല. ഇത്രയും വലിയ ബോക്സില് ഇത്രയും വലിയ കപ്പോ? ഈ ഒരു മിഷൻ അത് കുട്ടപ്പന് കൊടുത്തത് സാക്ഷാൽ ഹൊക്കാഗെയാണ്. ആ ഒരു കപ്പ് അത് വളരെയധികം എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ അത് അവിടെ നിന്നെടുത്ത് മറ്റൊരു ഗ്രാമത്തിലുള്ള എക്സിബിഷൻ സെന്ററിൽ എത്തിക്കാനാണ് ഹൊക്കാഗെ കുട്ടപ്പന് കൊടുത്ത നിർദ്ദേശം. ആക്ച്വലി ആ ഒരു കപ്പ് വിറ്റാല് 2 മല വാങ്ങാനുള്ള അത്രയും കാശ് കിട്ടും. കുട്ടപ്പൻ അതൊക്കെ ഓർത്ത് ഇപ്പൊ വണ്ടറടിച്ച് സേഫായിട്ട് ആ ഒരു കപ്പ് പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടപ്പനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഹൊക്കാഗെ പറഞ്ഞതനുസരിച്ച് കിബയും അക്കമൊരു പട്ടി കൂടെ അവിടേക്ക് വരും. നമ്മുടെ 3 ആൾക്കാരും ചേർന്ന് ആ ഒരു ബോക്സിലുള്ള കപ്പ് അത് കാണാനായിട്ട് ഇപ്പൊ ബോക്സിന്റെ അടുത്തേക്ക് പോകും. അത് കണ്ട ഊശാന്താടിക്കാരൻ അവൻ വിളിച്ചു പറയും, സ്ട്രേഞ്ചേഴ്സിനൊന്നും ഇവിടേക്ക് എൻട്രി ഇല്ല, ദൂരെ പോ. അപ്പൊ കുട്ടപ്പൻ ഇപ്പൊ ഹൊക്കാഗെ കൊടുത്ത ഒരു ലെറ്റർ എടുത്ത് കാണിച്ചിട്ട് പറയും, ഞങ്ങൾക്ക് 2 പേർക്കുമാണ് ഇതിന്റെ സെക്യൂരിറ്റീസിന്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടേക്ക് വരാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ടെന്ന് പറയുമ്പോ ഊശാന്താടിക്കാരനാവട്ടെ കുട്ടപ്പന്റെ കയ്യിലുള്ള ആ ഒരു പേപ്പർ ഇപ്പൊ തപ്പിത്തടഞ്ഞ് വായിക്കാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് ആ ഒരു ബോക്സിന്റെ അതിന്റെ വെയിറ്റ് താങ്ങാൻ കഴിയാതെ കയറ് പൊട്ടി ബോക്സ് താഴേക്ക് വീഴാൻ തുടങ്ങും. അത് കണ്ട് ഊശാന്താടിക്കാരൻ വിളിച്ചു പറയും, നിങ്ങൾക്ക് 2 പേർക്കും അല്ലേ ഇതിന്റെ സെക്യൂരിറ്റി ചാർജ്, വേഗം ചെന്ന് ആ ബോക്സ് താഴെ വീഴാതെ തടഞ്ഞു വെക്കാൻ പറയും. അത് കേട്ട് കുട്ടപ്പനും കിബയാവട്ടെ ആ ഒരു വലിയ ബോക്സ് അത് താഴെ വീഴാതെ തടഞ്ഞു വെക്കുമ്പോ ആ ഒരു ഊശാന്താടിക്കാരൻ അതിന്റെ അകത്തുണ്ടായിരുന്ന ഒരു കുഞ്ഞു ബോക്സുമായിട്ട് ഇപ്പൊ പുറത്തേക്ക് വരും. അത് കണ്ട് കുട്ടപ്പനും കിബയ്ക്കും കലി പിടിച്ച് ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഓടി വരും. നീ നല്ല ആളാണ്, ഞങ്ങളെ ചാവാൻ വിട്ടുകൊടുത്തിട്ട് നീ ബോക്സ് എടുത്ത് മുങ്ങുവാണല്ലേ ചോദിക്കുമ്പോ അവൻ പറയും, ആക്ച്വലി ഞാനാണ് നിങ്ങളുടെ ക്ലയന്റ്. ഈ ഒരു വർക്ക് പോലും നിങ്ങളെ ഏൽപ്പിച്ചത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവൻ കൊടുത്തും എന്നെയും ഈ ബോക്സിനെയും നിങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് അവനാവട്ടെ ആ ബോക്സും എടുത്ത് ഇപ്പൊ കാട്ടിലൂടെ ഓടാൻ തുടങ്ങും. കുട്ടപ്പന് മരിച്ചാ മതിയെന്നാവും, എന്റെ അപ്പനും അമ്മേനെ കഴിഞ്ഞ് മോശമാണല്ലോടാ നീന്നും പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനാവട്ടെ റസൻഗൻ പവറൊക്കെ എടുത്ത് ഞാൻ ഇവരെ തല്ലിക്കൊല്ലട്ടെ എന്ന് ഇപ്പൊ കിബയോട് ചോദിക്കും. അപ്പൊ കിബ പറയും, വേണ്ട വേണ്ട, അവൻ നമ്മുടെ ക്ലയന്റ് ആണ്, അതുകൊണ്ട് നമുക്ക് അവന്റെ പുറകെ പോവാന്ന് പറഞ്ഞ് ഇപ്പൊ 2 ആളും അവന്റെ പുറകെ പോവും. അങ്ങനെ കുറെ മുൻപോട്ട് പോയി കഴിയുമ്പോ ഇപ്പൊ അണ്ടി പോയ അണ്ണാനെ പോലെ നമ്മുടെ ഊശാന്താടിക്കാരനാവട്ടെ ഒരു പാലത്തിന്റെ മേലെ ഇരുന്ന് ഇപ്പൊ കരയാൻ തുടങ്ങും. ഇതെന്തടാപ്പനെ, ഇയാൾക്ക് പെട്ടെന്ന് എന്ത് പറ്റി എന്ന് കുട്ടപ്പനും കിബയും വണ്ടറടിച്ച് നിൽക്കുമ്പോ ഊശാന്താടിക്കാരനാവട്ടെ അവൻ താഴെയുള്ള വെള്ളത്തിലേക്ക് ഇപ്പൊ കൈ ചൂണ്ടി കാണിക്കും. എന്റെ കയ്യിൽ നിന്ന് അറിയാതെ ആ ഒരു ബോക്സ് താഴെ വീണുപോയി. ഭാഗ്യത്തിന് അതൊരു മരക്കമ്പിൽ ഉടക്കി കിടക്കാണ്. കുറച്ചുകൂടെ മുൻപോട്ട് പോയാ വലിയൊരു വാട്ടർഫോൾസ് ഉണ്ട്, അതിൽ പെട്ടുപോയാ പിന്നെ ഒരിക്കലും എനിക്കത് കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഊശാന്താടിക്കാരനാവട്ടെ ഒരു കയറെടുത്ത് കാണിക്കും. അപ്പൊ കുട്ടപ്പന് പിടികിട്ടും അവന് പെട്ടിന്റെ പണി കിട്ടിയെന്ന്. അങ്ങനെ കുട്ടപ്പനെ കാലെ തൂക്കി താഴേക്കിട്ട് ആ ഒരു ബോക്സ് എടുക്കാൻ പറയും. കുട്ടപ്പൻ കഷ്ടപ്പെട്ട് അവന്റെ കൈ താഴ്ത്തി ആ ഒരു ബോക്സ് അങ്ങനെ പിടിക്കുമ്പോ കയറ് പൊട്ടി നമ്മുടെ കുട്ടപ്പനാവട്ടെ ഇപ്പൊ വെള്ളത്തിൽ വീഴും. പക്ഷെ നമ്മുടെ ആൾക്ക് ഓൾറെഡി വെള്ളത്തിൽ കൂടെ നടക്കാനുള്ള പവറുണ്ട്. അവനാവട്ടെ ഇപ്പൊ ഹായ് ആയിട്ട് വെള്ളത്തിൽ കൂടെ നടക്കാൻ തുടങ്ങും. പക്ഷെ അപ്പോഴായിരിക്കും കിബ ഒരു കാര്യം കാണാ. കിബ വിളിച്ചു പോവും, നിന്റെ പിന്നിലേക്ക് നോക്ക്. കുട്ടപ്പൻ ഞെട്ടിയിട്ട് ഇപ്പൊ പുറകിലേക്ക് നോക്കുമ്പോഴായിരിക്കും ആ ഒരു വാട്ടർഫാൾസിന്റെ തൊട്ടടുത്താണ് ഇപ്പൊ കുട്ടപ്പൻ നിൽക്കുന്നത്. അത് കണ്ട് കുട്ടപ്പനാവട്ടെ ഇപ്പൊ ട്രൗസറും പൊക്കി മുൻപോട്ട് ഓടാൻ തുടങ്ങും. പക്ഷെ എന്താ, ആ ഒരു വെള്ളത്തിന്റെ ഫോഴ്സില് കുട്ടപ്പൻ അങ്ങനെ തന്നെ ഇപ്പൊ മറിഞ്ഞ് താഴേക്ക് വീഴും. നമ്മുടെ സ്വത്തുമണി ഇപ്പൊ പാടുപെട്ട് വലിഞ്ഞു പുറത്തു വരുമ്പോ ഊശാന്താടിക്കാരൻ ഓടി വന്ന് ആ ബോക്സ് എടുത്ത് ഇപ്പൊ തുറന്നു നോക്കും. അവൻ ആർത്തി മൂത്ത് ആ ബോക്സ് തുറക്കുമ്പോ ആ കപ്പിന് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഇഷടോ, എന്റെ മുത്ത് സേഫാണ്, എനിക്ക് ഒരുപാട് സന്തോഷമായെന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ഇവിടെ കലി കേറി കേറി വരും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ഇപ്പൊ നമ്മുടെ ആൾക്കാര് ഒരു വരണ്ട ഗ്രാമത്തിലേക്ക് വരും. അവിടെയുള്ള എല്ലാവരും ഇപ്പൊ നമ്മുടെ ആൾക്കാരെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കും. അത് കണ്ട ഊശാന്താടിക്കാരനാവട്ടെ അവന്റെ കയ്യിലുള്ള ആ ഒരു ബോക്സ് ഇപ്പൊ അങ്ങനെ അമർത്തി പിടിക്കും. അപ്പൊ ചുറ്റും നിന്ന ആളുകൾക്ക് മനസ്സിലാവും ആ ഒരു പെട്ടിക്കകത്ത് ഇപ്പൊ എന്തോ ഉണ്ടെന്ന്. അവരെല്ലാവരും ഇപ്പൊ അങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരോട് പറയും, ആ ഒരു പെട്ടി അതിൻ്റെ അകത്ത് എന്താണുള്ളത്, അതെന്താണെങ്കിലും ഞങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോ കിബ ക്യാഷ്വലായിട്ട് പറയും, അതിൽ കാര്യമായിട്ടൊന്നുമില്ല, എന്റെയും കുട്ടപ്പന്റെയും കേറിയ 5-6 ജട്ടി മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. നമ്മുടെ ഊശാന്താടിക്കാരൻ അവൻ ദേഷ്യപ്പെട്ട് പറയും,
ഇതില് കീറിയ ജട്ടിയോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്രയും ബോധമില്ലേ? ഇതിലാ വില കൂടിയ കപ്പാണുള്ളത്. ഇത്ര പെട്ടെന്ന് നിങ്ങളത് മറന്നുപോയെന്ന് ചോദിക്കുമ്പോ ഇവിടെ കിബയും കുട്ടപ്പനും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിളി പോയിരിക്കും. അവസാനം ആ വില്ലന്മാര് ഇപ്പൊ വമ്പൻ ആയുധങ്ങളൊക്കെ വെച്ച് നമ്മുടെ ആൾക്കാരെ അടിക്കാൻ റെഡിയായിട്ട് നിൽക്കുമ്പോ കുട്ടപ്പൻ പറയും, ഗായ്സ് നമുക്ക് വേറെ വഴിയില്ല, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഓടണമെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ കിബയും ആ ഒരു ഊശാന്താടിയെയും വേറെ വഴിക്ക് ഓടിച്ചിട്ട് കുട്ടപ്പനാവട്ടെ അവരുടെ ശ്രദ്ധ തെറ്റിക്കാൻ മറ്റൊരു വഴിയിലൂടെ ഇപ്പൊ ഓടാൻ തുടങ്ങും. പക്ഷെ വില്ലന്മാർക്ക് അവർക്ക് ബുദ്ധി അതിലും കൂടുതലാണ്. അവർ രണ്ട് ടീമായിട്ട് പിരിഞ്ഞ് ഒരു ടീം കുട്ടപ്പന്റെ പുറകെയും ബാക്കിയുള്ളവര് നമ്മുടെ ഊശാന്താടിക്കാരന്റെയും കിബയുടെയും പുറകിൽ ഓടാൻ തുടങ്ങും. കിബയുടെ തൊട്ടടുത്ത് ആ വില്ലന്മാരെത്തുമ്പോ കിബയാവട്ടെ അവരുമായിട്ട് ഫൈറ്റ് ഇടാൻ ആരംഭിക്കും. ഗ്യാപ്പിൽ നമ്മുടെ ഊശാന്താടി അവൻ ഏതോ ഒരു വീട്ടിൽ കയറി ഇപ്പൊ ഹായ് ആയിട്ട് കാപ്പിയൊക്കെ കുടിച്ച് പഞ്ചാര അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ കഷ്ടപ്പെട്ട് ആ ഒരു ഊശാന്താടിക്കാരൻ്റെ അടുത്തെത്തുമ്പോ അവൻ പറയും, നിങ്ങളെന്താ ഇത്ര ലേറ്റായേ? ഞാൻ ഇത്ര നേരവും നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഇനി സമയം കളയണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് മുൻപോട്ട് പോകാമെന്ന് പറഞ്ഞ് അവര് 3 പേരും അവിടുന്ന് നടന്നു പോകാനായിട്ട് ആരംഭിക്കും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ലോങ് ഷോട്ടിൽ നിന്ന് ആ കാര്യങ്ങളെല്ലാം തന്നെ ഒരു പരുന്ത് കണ്ടു മനസ്സിലാക്കി അതുടൻ തന്നെ വലിയൊരു കള്ളന്മാരുടെ കൂട്ടത്തിലേക്ക് ചെന്ന് ഇപ്പൊ കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ കള്ളന്മാരും ഇപ്പൊ നമ്മുടെ ആൾക്കാരെ വളഞ്ഞ് കത്തിയെറിഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ ആൾക്കാര് ആ ഒരു ഊശാന്താടിക്കാരനെയും അവന്റെ കപ്പിനെയും സേഫായിട്ട് അങ്ങനെ തന്നെ ചേർത്ത് പിടിക്കും. ആ വില്ലന്മാര് അവരെന്നിട്ടും അടങ്ങാതെ വലിയൊരു സ്മോക്ക് ബോംബ് ഇട്ട് ഇപ്പൊ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. കുട്ടപ്പൻ ഉടനെ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ചറപറ ഫൈറ്റ് ചെയ്യുമെങ്കിലും അവരുടെ രോമത്തെ പോലും അത് കൊള്ളില്ല. അതിനിടയിൽ ആ ഊശാന്താടിക്കാരനാവട്ടെ അവൻ നറൂട്ടോ എന്ന് വിളിച്ച് കാറാൻ ആരംഭിക്കും. അവന്റെ നിലവിളി കേട്ട് ആ ഒരു മീശക്കാരൻ കള്ളൻ അവന്റെ തൊട്ടടുത്തെത്തും. അല്പനേരം കഴിഞ്ഞ് ആ പുകയൊക്കെ അടങ്ങിക്കഴിയുമ്പോ ഇപ്പൊ കുട്ടപ്പനാവട്ടെ ആ ഒരു ഊശാന്താടിക്കാരൻ അവൻ സേഫായിട്ടിരിക്കുന്ന കാണും. പക്ഷെ അവന്റെ ബാക്കിലെ ആ ഒരു ബോക്സില് ആ ഒരു കപ്പ് കാണില്ല. അവര് 3 പേരും ഇപ്പൊ ഒരുപാട് വിഷമിച്ച് ഒരു നദിക്കരയിൽ ഇരിക്കുമ്പോ അക്കമൊരു പട്ടിക്കുട്ടി പറയും, അവരിവിടെ തൊട്ടടുത്ത് എവിടെയോ ഉണ്ട്, എനിക്ക് അവരുടെ സ്മെല്ല് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോ കിബയും കുട്ടപ്പനും അവര് പിന്നെ ഒന്നും നോക്കില്ല, എത്രയും പെട്ടെന്ന് അവരോടി ആ കള്ളന്മാരുടെ അടുത്തേക്ക് വരും. അപ്പൊ കള്ളന്മാർക്ക് മനസ്സിലാവും പുറത്ത് ഇപ്പൊ ആരോ വന്നിട്ടുണ്ടെന്ന്. മീശക്കാരൻ പെട്ടെന്ന് തന്നെ ആ ഒരു കപ്പെടുത്തോടും ബാക്കിയുള്ളവരോട് അവരെ തടയാനായിട്ട് പറയും. കുട്ടപ്പൻ അകത്തേക്ക് കയറി വരുമ്പോ ആ ഒരു മീശക്കാരൻ കപ്പുകൊണ്ട് ഓടുന്ന കാണും. കുട്ടപ്പൻ ഉടനെ ഊശാന്താടിയോട് അവനെ ഫോളോ ചെയ്യാൻ പറയും. എന്നിട്ട് കിബയും നമ്മുടെ കുട്ടപ്പനും ആവട്ടെ ബാക്കിയുള്ള വില്ലന്മാരുമായിട്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്യും. ഇവിടെ ഊശാന്താടിക്കാരനാവട്ടെ ആ ഒരു മീശക്കാരന് മേലെ ചാടി വീഴും. മീശക്കാരൻ ഊശാന്താടിയെ തൂക്കിയെടുത്ത് 5-6 ഇടി ഇപ്പൊ മോന്തയ്ക്ക് തന്നെ കൊടുക്കും. പക്ഷെ ഊശാന്താടിക്കാരൻ അവൻ ആ ബോക്സിൽ നിന്ന് വിടില്ല, എന്റെ ജീവൻ പോയാലും ഇത് ഞാൻ നിനക്ക് തരില്ല. ഇവിടെ കുട്ടപ്പനും കിബയാവട്ടെ ആ വില്ലന്മാരെ എല്ലാവരെയും അടിച്ച് സൈഡാക്കി. ഇവിടെ ഊശാന്താടിക്കാരൻ അവൻ വിട്ടുകൊടുക്കില്ല. അവൻ കൈ ചുരുട്ടി ആ ഒരു കൊമ്പം മീശക്കാരന്റെ മോന്തയ്ക്ക് തന്നെ ചറപറാന്ന് 5-6 ഇടി വെച്ചു കൊടുത്ത് കാഷ്വലായിട്ട് ആ ഒരു കപ്പും തൂക്കിയെടുത്ത് ഇപ്പൊ പുറത്തേക്ക് വരും. കുട്ടപ്പനും കിബയാവട്ടെ ഓടി അവന്റെ അടുത്തെത്തുമ്പോ ഇവിടെ ഊശാന്താടിക്കാരൻ വലിയ ഗമയില് അവരെ നോക്കി അങ്ങനെ നിൽക്കും. പക്ഷെ ആ ഒരു വില്ലൻ താടിക്കാരൻ അവൻ വിടില്ല. അവൻ അടുത്തുള്ള ഒരു കയറെ പിടിച്ച് വലിക്കുമ്പോ ഒരുപാട് കല്ലുകള് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ നേരെ അങ്ങനെ വീഴാൻ തുടങ്ങും. വലിയൊരു കല്ല് അതിപ്പോ ഇളകി വീണ് കുട്ടപ്പനെയും ആ ഒരു ഊശാന്താടിക്കാരനെയും 2 വശങ്ങളിലാക്കി തീർക്കും. ഊശാന്താടിക്കാരനാവട്ടെ ആ ഒരു ബോക്സ് ഇപ്പൊ കുട്ടപ്പന് കൊടുക്കാൻ ശ്രമിക്കും. അവൻ വിളിച്ചു പറയും, എന്നെ നോക്കണ്ട, ഈ ഒരു ബോക്സ് അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യാൻ പറയുമ്പോ ഊശാന്താടിക്കാരൻ നിന്ന ആ ഒരു പാറ അത് പൊട്ടിപ്പിളർന്ന് ഇപ്പൊ താഴേക്ക് വീഴാൻ തുടങ്ങും. കുട്ടപ്പൻ ചാടി വീണ് അവന്റെ കൈ നീട്ടി എന്റെ കൈ പിടിക്ക്, ഞാൻ നിന്നെ രക്ഷിക്കാന്ന് പറയുമ്പോ ഇവിടെ ഊശാന്താടിക്കാരനാവട്ടെ ആ ഒരു ബോക്സ് അതെടുക്കാനായിട്ട് വലിഞ്ഞു നീർന്ന് ഇപ്പൊ മുൻപോട്ട് പോവും. പക്ഷെ എന്താ ആ ഒരു ബോക്സ് അത് പതിയെ താഴേക്ക് വീണ് ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു കപ്പ് അത് അവിടെ തന്നെ പൊട്ടിത്തെറിച്ചു പോവും. ഊശാന്താടിക്കാരന് അവന്റെ ലൈഫ് അത് പോകുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അവൻ ജീവന് തുല്യം സ്നേഹിച്ച ആ ഒരു കപ്പ് പൊട്ടിയതിലാണ് അവൻ ഏറ്റവും വിഷമം. അവൻ ഒരുപാട് വിഷമാവുക. ഇപ്പൊ പതിയെ ഊശാന്താടിക്കാരനും അങ്ങനെ തന്നെ താഴേക്ക് വീഴും. അപ്പൊ നമ്മുടെ കുട്ടപ്പൻ ഞാൻ അവനെ രക്ഷിക്കാൻ പോവാണെന്ന് പറഞ്ഞ് 1 2 3 എണ്ണി അങ്ങനെ ചാടി നമ്മുടെ ഊശാന്താടിക്കാരനെ കാലെ പിടിച്ച് പൊക്കി ഇങ്ങോട്ട് എടുക്കും. ഊശാന്താടിക്കാരൻ
അവൻ ഒരു മിനിറ്റ് ആ ഒരു പൊട്ടിത്തകർന്നു കിടക്കുന്ന കപ്പ് കണ്ട് ഇപ്പൊ ഒരുപാട് വിഷമാവും. പക്ഷെ അവന്റെ ജീവൻ അതിപ്പോ സേഫ് ആയതില് അവൻ ഒരുപാട് സന്തോഷത്തോടു കൂടെ കുട്ടപ്പനും കിബയായിട്ട് ഇപ്പൊ തിരിച്ച് നടന്നു പോകാൻ ആരംഭിക്കും. അങ്ങനെ അവർ നടന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴായിരിക്കും ഒരു കാര്യം കണ്ട് അവർ ഞെട്ടുക. യഥാർത്ഥത്തില് ആ ഒരു കപ്പ് ഉണ്ടാക്കിയ ആള് നമ്മുടെ ഊശാന്താടിക്കാരൻ തന്നെയാണ്. അവൻ തന്നെ കപ്പുണ്ടാക്കി, അവൻ തന്നെ കുഴിച്ചിട്ട്, അവൻ തന്നെ അത് പൊക്കിയെടുത്ത് അവസാനം അവൻ തന്നെ അവന്റെ അടുത്തേക്ക് അത് ഡെലിവറി ചെയ്യും. സംഭവം ആ ഒരു ഊശാന്താടിക്കാരൻ ചെറിയൊരു നാറാണത്ത് ഭ്രാന്തനെ പോലെയാണ്. അവനിപ്പോ അവസാനമായിട്ട് നമ്മുടെ രണ്ടാൾക്കാരെ നോക്കി നിന്ന് ഒരു കാര്യം പറയും, എല്ലാത്തിലും മികച്ചത് അത് നമ്മുടെ ജീവൻ തന്നെയാണ്. അത് നിങ്ങളിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞ് അവൻ അടുത്ത നിധി അതുണ്ടാക്കാൻ പോകുമ്പോ നമ്മുടെ ആൾക്കാരാവട്ടെ വണ്ടടിച്ച് അവനെ നോക്കി ഓ ഫാക്ക് എന്ന് പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.